മുന്തിരിച്ചെടിയല്ലോ ഞാൻ, നിങ്ങളതിൻ ശാഖകളും. നിങ്ങളെന്നിൽ വസിക്കുകിൽ പൂത്തു തളിർക്കും. പ്രിയപ്പെട്ടവരെ, ഇത് കൈത്താക്കാലം 2-ാം ഞായറാഴ്ചയാണ്. ഇന്ന് നമുക്ക് ധ്യാനിക്കാനുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഇത് ഈശോയുടെ അന്ത്യപ്രബോധനത്തിലെ ഒരു ഭാഗമാണ്. മുന്തിരിച്ചെടിയുടെയും ശാഖകളുടെയും ഉപമ. ഈശോ അന്ത്യത്താഴം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ ഉപമയായിട്ടാണ് യോഹന്നാൻ ശ്ലീഹ ഈ ഭാഗത്തെ അവതരിപ്പിക്കുന്നത്. ഈശോയുടെ പ്രധാനപ്പെട്ട ഉപമയിൽ ഒന്നാണ് ഈ ഉപമ. ഈശോയുടെ അന്ത്യത്താഴത്തിന് ശേഷമുള്ള സമയത്ത് ശിഷ്യന്മാരോടുള്ള ഈശോയുടെ സ്നേഹവും അവരെക്കുറിച്ചുള്ള ആശങ്കയുമൊക്കെ പ്രതിഫലിക്കുന്ന കാര്യങ്ങളാണ് യോഹന്നാൻ ശ്ലീഹ എഴുതുന്നത്. അപ്പോൾ ശിഷ്യന്മാരെ തൻ്റെ സ്നേഹത്തിൽ നിലനിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഈശോ പറഞ്ഞ ഉപമയാണിത്. അതുകൊണ്ട് തന്നെ ഈശോ പറയുന്നു, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. അപ്പോൾ ഈ മുന്തിരിച്ചെടിയുടെയും ശാഖകളുടെയും ഉപമയുടെ അടിസ്ഥാനപരമായിട്ടുള്ള തന്തു എന്ന് പറയുന്നത് സ്നേഹമാണ്. പുരാതന കാലത്ത് യഹൂദ സമുദായത്തിൻ്റെ ഇടയിലും ഗ്രീക്കുകാരുടെ ഇടയിലും പല സാംസ്കാരിക സമൂഹങ്ങളുണ്ടായിരുന്നു. ഈ സമൂഹങ്ങളെ തിരിച്ചറിയാനായി ചില അടയാളങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഈ അടയാളങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു സമൂഹത്തെ മറ്റൊരു സമൂഹത്തിൽ നിന്ന് വേർതിരിച്ച് കാണുന്നത്. അതുകൊണ്ട് ഈശോയും ആ അടയാളം ഉപയോഗിക്കുകയാണ്. ഈശോ പറയുന്നു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ, അതുമൂലം മറ്റുള്ളവർ നിങ്ങൾ എൻ്റെ ശിഷ്യരാണ് എന്നറിയട്ടെ. അപ്പോൾ ഈ സ്നേഹ അടയാളത്തെക്കുറിച്ച് തെർത്തുല്യൻ പറയുന്നുണ്ട്. ആദിമസഭാപിതാവായ തെർത്തുല്യൻ പറയുന്നുണ്ട്, കണ്ടാലും കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ക്രൈസ്തവരുടെ ഇടയിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ സ്നേഹം ക്രൈസ്തവരെ മറ്റ് സമുദായങ്ങളിൽ നിന്ന് വേർതിരിച്ചിരുന്നു. ആ സ്നേഹം തീവ്രത കണ്ടിട്ടാണ് മറ്റു വിജാതീയർ ക്രൈസ്തവരായത്. നോക്കൂ, എത്ര അഗാധമായ സ്നേഹമാണ് ഇവർ തമ്മിൽ എന്ന് പറഞ്ഞിട്ടാണ് വിജാതീയർ ക്രൈസ്തവ സമൂഹത്തിലേക്ക് കൂടുതലായിട്ട് ആകർഷിക്കപ്പെട്ടു വന്നത്. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ അടിസ്ഥാനം ഈ ഉപമയുടെ പ്രധാനപ്പെട്ട തന്തുവാണ് എന്ന് നമ്മൾ മറന്നു പോകാതിരിക്കുക. ഇനി നമ്മൾ ഈ ഉപമയിലേക്ക് അല്പം കൂടെ വിശദമായിട്ട് വന്നാൽ, ഈ പഴയ നിയമത്തിൽ ഇസ്രായേലിനെ സൂചിപ്പിക്കാൻ വേണ്ടി മുന്തിരിത്തോട്ടം എന്നുള്ള ആ ഉപമ അല്ലെങ്കിൽ ആ അടയാളം, പ്രതീകം ഉപയോഗിച്ചിരുന്നു. അത് നമ്മൾ പല സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. മക്കബായർ അവരുടെ നാണയങ്ങളിൽ മുന്തിരിയുടെ അടയാളം ഉപയോഗിച്ചിരുന്നു. യഹൂദ സമുദായത്തെ വിജാതീയ സമുദായത്തിൽ നിന്ന് വേർതിരിക്കാനുള്ള ഒരടയാളമായിരുന്നു അത്. വിശുദ്ധ സ്ഥലങ്ങളിൽ മുന്തിരിയുടെ പ്രതീകങ്ങൾ ഉപയോഗിച്ചിരുന്നു. അത് പിന്തുടർന്നിട്ടാണ് ഇപ്പോൾ പുരോഹിതരുടെ കാപ്പയിൽ ചിലയിടങ്ങളിൽ ഈ മുന്തിരി ഫലവും മുന്തിരി ശാഖയും ഒക്കെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് ദൈവശാസ്ത്രപരമായ മറ്റ് പല അടിസ്ഥാനങ്ങളുമുണ്ട്. പഴയ നിയമത്തിൽ യെശയ്യായുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ പ്രത്യേകമായിട്ട് യഹോവ തമ്പുരാൻ പറയുന്നു, ഇസ്രായേൽ എൻ്റെ മുന്തിരിത്തോട്ടമാണ്. ജെറമിയ 2-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ നട്ടു വളർത്തിയ മുന്തിരിച്ചെടിയാണ് ഇസ്രായേൽ എന്ന് പറയുന്നു. ഹോസിയ 10-ൽ പറയുന്നു, ഫലം തരുന്ന മുന്തിരിത്തോട്ടമാണ് ഇസ്രായേൽ എന്ന് പറയുന്നു. അപ്പോൾ ഈ പ്രതീകങ്ങളെല്ലാം, പഴയ നിയമ പ്രതീകങ്ങൾ അതേപടി സാംശീകരിച്ചതിന് ശേഷം ആ പ്രതീകം ഉപയോഗിച്ച് തന്നെ പുതിയ ഇസ്രായേലിനെ അടയാളപ്പെടുത്തുകയാണ് ഈശോ മിശിഹ. പഴയ നിയമത്തിലെ മുന്തിരിത്തോട്ടത്തിൻ്റെ അതേ അടയാളം എടുത്തിട്ട് പുതിയ ഇസ്രായേലിനെ ഈശോ സൂചിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട വേറൊരു കാര്യം ഇതാണ്, ദൈവാവിഷ്കരണത്തിൻ്റെ ഭാഷ ഈശോ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഈശോയെ തന്നെ സൂചിപ്പിക്കാൻ വേണ്ടി ഈ മുന്തിരി തായ്തണ്ടും ശാഖകളും തായ്തണ്ട് ഈശോ ഉപയോഗിക്കുന്നുണ്ട്. അതായത് മൂലക്കല്ല്, കുഞ്ഞാട് എന്നീ പ്രതീകങ്ങളിലൂടെ ഈശോയെ അടയാളപ്പെടുത്തിയതുപോലെ അല്ലെങ്കിൽ അടയാളപ്പെടുത്തപ്പെട്ടതുപോലെ തന്നെ മുന്തിരി ചെടി കൊണ്ടും ഈശോ അടയാളപ്പെടുത്തുകയാണ്. ആ പ്രതീകങ്ങളോട് തന്നെ ഏകദേശം തുല്യമായ ഒരു പ്രതീകമാണ് ഈശോ ഉപയോഗിക്കുന്നത്. ഇവിടെ ദൈവാവിഷ്കരണത്തിൻ്റെ ഭാഷ ഐ ആം സെയിങ്ങും ഈശോ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈശോ പറയും, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാകുന്നു. ഈ ദൈവാവിഷ്കരണത്തിൻ്റെ ഭാഷ നമ്മൾ ആദ്യം കാണുന്നത് മോശയോട് ദൈവം വെളിപ്പെടുത്തുമ്പോഴാണ്. ഞാനാകുന്നു, ആ ഒരു
ശൈലിയിൽ തന്നെയാണ് ഈശോ പറയുന്നത്, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാവുന്നു എന്ന് പറഞ്ഞാൽ, സ്നേഹത്തിൽ നിലനിൽക്കുന്ന, ഈശോയോടുള്ള സ്നേഹത്തിൽ നിലനിൽക്കുന്ന ശിഷ്യൻ മുന്തിരിച്ചെടിയുടെ ശാഖയോട് മുന്തിരിച്ചെടിയുടെ തായ്തണ്ടിനോട് ഒട്ടിച്ചേർന്ന ശാഖ പോലെയാണ്. ഇത് രണ്ടും ഒന്നാണ് എന്ന് ഈശോ പറയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഇത് തന്നെയാണ്, മുന്തിരിച്ചെടിയുടെ ശാഖയോട് തായ്തണ്ടിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുക. അങ്ങനെ പുതിയ ഇസ്രായേലിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവം എന്ന് പറയുന്നത് ക്രിസ്തു കേന്ദ്രീകൃതമായ, ഈശോയോടുള്ള തീവ്രമായ ബന്ധത്തിൽ നിലനിൽക്കുന്ന, സൃഷ്ടിക്കപ്പെടുന്ന സ്നേഹത്തിൻ്റെ ഐക്യമാണ് പ്രധാനപ്പെട്ടതെന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ദൈവശാസ്ത്രപരമായിട്ടുള്ളതും സാമൂഹ്യപരമായിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള, പാരമ്പര്യപരമായിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള പശ്ചാത്തലം. ഇനി ഇതിൻ്റെ പ്രായോഗികതയിലേക്ക് നമ്മൾ വരുമ്പോൾ 3-4 കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഒന്ന്, ഈശോ പറയുന്നത്, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. തായ്തണ്ടിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കാതെ നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കാനാകില്ല. തായ്തണ്ടിൽ നിന്ന് അകലുന്നത് ഫലശൂന്യമായി തീരും. അതുപോലെ നല്ല ഫലം കായ്ക്കുന്നതിനെ കൂടുതൽ ഒരുക്കും, ഫലം കായ്ക്കാത്തതിനെ വെട്ടിക്കളയും. അപ്പോൾ ഇത് ഈ തരത്തിൽ നമ്മൾ അഗസ്തീനോസ് പുണ്യാളൻ ഈ ഉപമയെക്കുറിച്ച് പറയുന്നത് ഇതാണ്. ഈശോയുടെ ദൈവത്വവും മനുഷ്യത്വവും ഇതിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഈശോയുടെ ദൈവത്വം എന്ന് പറയുന്നത് ഈ തായ്തണ്ടാണ്, ശാഖകൾ എന്ന് പറയുന്നത് മനുഷ്യത്വമാണ്. അതിൻ്റെ പൂർണ്ണതയിൽ ഈശോ തന്നെ അവതരിപ്പിക്കുന്നതാണ് ഇത് എന്ന് പറയുന്നു. ഫുൾട്ടൻ ജേഷീൻ ഈ ഉപമയെക്കുറിച്ച് പറയുന്ന ഇതാണ്, ക്രൈസ്തവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവം, സവിശേഷത എന്ന് പറയുന്നത് ക്രിസ്തുവിനോടുള്ള ഐക്യമാണ്. ആ ക്രിസ്തുവിനോടുള്ള ഐക്യത്തെ സൂചിപ്പിക്കാൻ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ഉപമ പറയാനില്ല എന്ന് അദ്ദേഹം പറയുന്നു. അബ്രഹാം ലിങ്കൻ ഈശോയിൽ തീവ്ര വിശ്വാസമുണ്ടായിരുന്ന അബ്രഹാം ലിങ്കനോട് ഒരിക്കൽ ആളുകൾ ചോദിക്കുകയാണ്, താങ്കളോടൊത്ത് ക്രിസ്തു ഉണ്ടോ? അപ്പോൾ എബ്രഹാം ലിങ്കൻ പറയുന്നു, അതെനിക്കറിയത്തില്ല, പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കാലത്ത് ഇതാണ്, ഈശോയോടുള്ള തീവ്രമായ സ്നേഹം നമുക്കുണ്ടോ? ഈശോയോട് ചേർന്ന് നിൽക്കുന്നവരാണോ എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതുണ്ട്. ഈ ഫുട്ബോളിൻ്റെയൊക്കെ ഈ കാലഘട്ടത്തിൽ കൂടുതലായിട്ട് നമ്മൾ കാണുന്നുണ്ട്, ഈശോയെക്കുറിച്ച് മറ്റു തരത്തിലുള്ള പ്രതീകങ്ങളിലാണെങ്കിൽ പോലും മെസ്സിയെക്കുറിച്ച് മിശിഹ അവതരിച്ചു എന്ന് പറയും. മാതൃഭൂമി പത്രത്തിൻ്റെ ഒരു ഫ്രണ്ട് പേജിൽ ഈജിപ്തിനെ തോൽപ്പിച്ചിട്ട് അവസാന മിനിറ്റിൽ തോൽപ്പിച്ചിട്ട് വരുന്ന ഇതിന് ടൈറ്റിൽ കൊടുത്തതിന് മിശിഹായെ എന്ന് പറഞ്ഞാണ്. ഏതെല്ലാം തരത്തിൽ നമുക്ക് മിശിഹായുടെ ഈശോയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുമോ അതുപോലെയെല്ലാം നമ്മൾ പ്രകടിപ്പിക്കുകയും ഈശോയോടുള്ള തീവ്ര സ്നേഹത്തിൽ നിലനിൽക്കുകയും ചെയ്യേണ്ടതാണ്. ഈ കളിക്കാരെല്ലാം നമ്മൾ ഓർക്കുക, മെസ്സി ഓരോ ഗോളിനു ശേഷവും കുരിശു വരയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഈ സ്പെയിനിൻ്റെ കോച്ച് തന്നെ പറയും, എനിക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം എൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജപമാല ധരിച്ച് അർജന്റീൻ പ്ലെയേഴ്സ് നടക്കുന്നതാണ്. അവരെ വിശുദ്ധ ജലം കൊണ്ട് അവരുടെ കാലും കയ്യുമൊക്കെ അവർ അതിൽ തൂക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഈശോയോടുള്ള തീവ്ര സ്നേഹത്തിൽ നിലനിൽക്കാൻ ഈ ഉപമ നമ്മളെ സഹായിട്ടെ. ഈശോ അനുഗ്രഹിക്കും. Subscribe now and press the bell icon. Never miss an update.